എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് വിഷു ഈസ്റ്റർ മാസമായ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക്, വെള്ള റേഷൻ കാർഡ് ഉടമകളെല്ലാം തന്നെ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ അറിയിപ്പ്, ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക ഏപ്രിൽ 5-ാം തീയതി ശനിയാഴ്ച മുതലാണ്. ഏപ്രിൽ 3 വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങളാണ് റേഷൻ കടകളിലൂടെ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മാർച്ച് മാസം കഴിഞ്ഞെങ്കിലും റേഷൻ വാങ്ങാതിരിക്കുന്നവർക്ക് ഏപ്രിൽ 3 വരെ റേഷൻ കടകളിൽ നിന്ന് വിഹിതം വാങ്ങാവുന്നതാണ്. ഏപ്രിൽ 4 വെള്ളിയാഴ്ച സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും അവധിയായിരിക്കും. ഏപ്രിൽ 5-ാം തീയതി ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്ന ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഓരോ വിഭാഗം കാർഡിനും ഇനി പറയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. A1 മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ പഞ്ചസാര 27 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. PH പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. 3 അതിൽ താഴെയോ അംഗങ്ങൾ മാത്രമാണ് പിങ്ക് റേഷൻ കാർഡിൽ ഉള്ളത് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുന്നത്, ഗോതമ്പ് ലഭിക്കുന്നത് അല്ല. പൊതുവിഭാഗം സബ്സിഡി കാർഡായ NBS നീല കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ തന്നെ നീല റേഷൻ കാർഡിന് അധിക വിഹിതമായിട്ടുള്ള 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. ഈ മാസം ഇതോടൊപ്പം തന്നെ പൊതുവിഭാഗം NBS വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അരിയും വെളിച്ചെണ്ണയും മുളകും പയറും എല്ലാം ഉൾപ്പെടെ 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ 40-ലധികം സാധനങ്ങൾക്ക് വൻ വില കുറവും പ്രത്യേക ഓഫറും സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ഫെയറുകളിലൂടെ ലഭിക്കുന്നതാണ്. വിഷു ഈസ്റ്റർ ഫെയറുകളിൽ ഏപ്രിൽ 10 മുതൽ 19 വരെയാണ് സംഘടിപ്പിക്കുന്നത്. ശബരി ഉൽപ്പന്നങ്ങൾക്കും 30% വരെ വില കുറവ് നൽകുമെന്നാണ് സപ്ലൈകോ അറിയിച്ചിട്ടുള്ളത്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും പ്രധാനപ്പെട്ട സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലാണ് ഫെയറുകളുമായി ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മുൻഗണനാ റേഷൻ കാർഡായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിലെ ഇനി മസ്റ്ററിംഗ് നടത്താത്ത 5.12 ലക്ഷം പേർക്ക് റേഷൻ നഷ്ടപ്പെട്ടേക്കും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയപരിധി ഇന്നലെ അവസാനിച്ചപ്പോൾ മുൻഗണനാ വിഭാഗത്തിലെ 96.40% ഗുണഭോക്താക്കളാണ് മസ്റ്ററിംഗ് ഇതുവരെ പൂർത്തിയാക്കിയത്. നിലവിൽ ഈ 2 വിഭാഗങ്ങളിലായി റേഷൻ വാങ്ങാൻ അർഹതയുള്ള 1,40,27,292 പേരാണ് ഉള്ളത്. ഇതിലിനി അർഹതയുള്ളത് 1,07,15,142 പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത്. ഇതുകൂടാതെ തൊഴിൽ, വിദ്യാഭ്യാസം എന്നീ ആവശ്യങ്ങൾക്കായി കേരളത്തിന് പുറത്തുണ്ടെന്ന് കരുതുന്ന 11 ലക്ഷത്തോളം പേരെ NRK സ്റ്റേറ്റസ് നൽകി മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിൽ നിലനിർത്തിയിട്ടുണ്ട്. ഇവർക്കിപ്പോൾ റേഷൻ കാർഡ് മുഖേന റേഷൻ ലഭിക്കില്ല എങ്കിലും മസ്റ്ററിംഗ് നടത്തുന്ന മുറയ്ക്ക് റേഷൻ നൽകുമെന്ന് ഭക്ഷ്യവകുപ്പ് നിലവിൽ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ മറ്റു ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.